ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന നിലപാട് CPI കടുപ്പിച്ചതോടെ ഇപ്പോൾ തലസ്ഥാനത്ത് തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുകയാണ്. പോലീസ് ആസ്ഥാനത്ത് അന്വേഷണ സംഘത്തിന്റെ അടിയന്തര യോഗം ചേരുന്നു. ADGPക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന സംഘമാണ് യോഗം ചേരുന്നത്. MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് യോഗമെന്നാണ് വിലയിരുത്തുന്നത്. IG സ്പർജൻ കുമാർ, DIG തോംസൺ ജോസ്, SP മാരായ ഷാനവാസ്, മധുസൂദനൻ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. TV പ്രസാദ് നൽകും വിവരങ്ങൾ. പ്രസാദ്, ADGPക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നത് തന്നെയാണ് ആകാംക്ഷ. ഇപ്പോൾ റിപ്പോർട്ട് ഇന്ന് തന്നെ സമർപ്പിച്ചേക്കും, ഇന്നോ നാളെയോ സമർപ്പിച്ചേക്കും എന്നതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ അടിയന്തര യോഗങ്ങൾ, തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നു തലസ്ഥാനത്തല്ലേ? അതെ, പോലീസ് ആസ്ഥാനത്ത് DGPയുടെ ഓഫീസിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക യോഗം ചേരുന്നത്. നമുക്കറിയാവുന്നതുപോലെ DGPയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണ സംഘം. അതിൽ IG സ്പർജൻ കുമാർ ഉണ്ടായിരുന്നു, തോംസൺ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മധുസൂദനൻ, ഷാനവാസ് തുടങ്ങിയ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ADGPക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിച്ചത്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് അവസാനത്തെ കാര്യങ്ങൾ ഒന്നുകൂടി അന്വേഷണ സംഘം കൂടിയാലോചിച്ച് ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഈ യോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ടാണ് മിക്കവാറും വീഴ്ച എന്ന രീതിയിൽ ഈ റിപ്പോർട്ടിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലൊന്നും തെളിവുകൾ കണ്ടെത്താൻ ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിന്റെ അന്തസത്ത. എന്തായാലും ഇന്ന് തന്നെ ഈ റിപ്പോർട്ട് സർക്കാരിന് കൈമാറും എന്നാണ് അറിയുന്നത്. ആഭ്യന്തര സെക്രട്ടറി അവധിയാണെങ്കിൽ കൂടിയും റിപ്പോർട്ട് ഇന്ന് തന്നെ കൈമാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ റിപ്പോർട്ട് കൈമാറി കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. കാരണം തിങ്കളാഴ്ചക്ക് മുമ്പ്, അതായത് നിയമസഭാ നടപടി ഇനി തുടങ്ങുന്നത് 7-ാം തീയതി തിങ്കളാഴ്ചയാണ്. ആ തിങ്കളാഴ്ചക്ക് മുമ്പ് എന്തായാലും ADGP MR അജിത് കുമാറിനെ മാറ്റും എന്ന വാക്കാണ് മുഖ്യമന്ത്രി CPI നേതൃത്വത്തിന് കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായി ഇന്ന് തന്നെ ഈ റിപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യത തന്നെയാണ് പോലീസിന്റെ ആസ്ഥാനത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം അവിടെ യോഗം ചേർന്ന് അവസാന വിലയിരുത്തൽ നടത്തുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ ADGP MR അജിത് കുമാറിനെ ഈ റിപ്പോർട്ടിന് പിന്നാലെ മാറ്റും എന്നുള്ളതാണ്. അതിൽ തന്നെ മുഖ്യമന്ത്രിക്ക് ഒരു നിർബന്ധ ബുദ്ധിയുള്ളത് ADGPയെ മാറ്റുന്നത്, ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നത് PV അൻവറിന്റെ ചിലവിൽ വേണ്ട എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അപ്പോൾ തീരുമാനിക്കാം എന്ന സ്റ്റാൻഡാണ് മുഖ്യമന്ത്രി നേരത്തെയും എടുത്തത്. ഇപ്പോഴും ആ സ്റ്റാൻഡിൽ തന്നെയാണ്. അത് തന്നെയാണ് CPI നേതൃത്വത്തോട് പറയുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇന്ന് ഈ യോഗം അവസാനിച്ച് ഇന്ന് രാത്രിക്ക് മുമ്പ് തന്നെ റിപ്പോർട്ട് കൊടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ആഭ്യന്തര സെക്രട്ടറി അവധി ആയതുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് മാറുമോ എന്ന കാര്യം അറിയില്ല. പക്ഷേ ഇന്ന് തന്നെ റിപ്പോർട്ട് കൊടുക്കാൻ CPI നൽകിയിരിക്കുന്ന സമയപരിധി അത് തിങ്കളാഴ്ച എന്നതാണ്. അതിന് മുൻപ് ഒരു നടപടി അതിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് മാറ്റി നിർത്തലാകുമോ, ഏത് രീതിയിലുള്ള നടപടിയായിരിക്കും എന്നത് തന്നെയാണ് അറിയാനുള്ളത്, അല്ലേ? നിലവിലുള്ള സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പൂർണ്ണമായും ADGP MR അജിത് കുമാറിന് അനുകൂലമായൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ 2 വാർത്താ സമ്മേളനങ്ങളിൽ തന്നെ വ്യക്തമാണ്. അത് ഇന്നലെ ഒന്നുകൂടി പറയുകയും ചെയ്തു. ADGP RSS നേതാക്കളെ കണ്ടത് ശരിയാണോ തെറ്റാണോ എന്ന് നിരന്തരം ചോദിച്ച സമയത്തും അതിനൊരു മറുപടി പറയാൻ തയ്യാറായില്ല. തുടർച്ചയായി ചോദിച്ചപ്പോൾ അങ്ങനെ താൻ പറഞ്ഞാൽ അത് ആ റിപ്പോർട്ടിനെ ബാധിക്കുമല്ലോ എന്നുള്ളതായിരുന്നു പിണറായി വിജയന്റെ മറുപടി. അതിന്റെ അർത്ഥം പിണറായി വിജയൻ ADGPയെ തള്ളിക്കൊണ്ട് ഒരു വർത്തമാനം പറഞ്ഞാൽ അത് റിപ്പോർട്ടിനെ ബാധിക്കരുത് എന്ന നിർബന്ധ ബുദ്ധി മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. അതുകൊണ്ട് തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക എന്നതിലുപരിയായി ഒരു സസ്പെൻഷൻ അതുപോലെയുള്ള കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നില്ല. വിനീത, ശരി, ഏതായാലും DGPയുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയാണ്. ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് നൽകുന്നതിന് മുന്നോടിയായാണ് യോഗമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.